श्रीस्वामिनि श्रुतजनप्रियदानशीले श्रीवेङ्कटेश दयिते तव सुप्रभातम्। ഗൈസ്, അപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗ് ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ഔട്ടിങ് ആയിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പാറമേക്കാവ് പോയി, വടക്കുന്നാഥൻ പോയി, എക്സിബിഷൻ പോയി, പുത്തമ്പള്ളി പോയി, പിന്നെ ജ്വല്ലറി പോയി, അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ട്, കുറേ ഒന്നല്ല 4 സ്ഥലത്ത് അങ്ങനെ എന്താ പറയുക എൻ്റെ ഫ്രണ്ട്സ് വരാട്ടോ. അപ്പോൾ അവരെ കളിയാക്കി കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ 5 പേര്, ഞാൻ, ദേവിക, സ്നേഹ, ദേവിക, അപർണ, ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് പോയത് കേട്ടോ. എന്താ പറയുക, അപ്പോൾ പാറമേക്കാവിൽ തൊഴുതു. ഞങ്ങൾ ആദ്യം പാറമേക്കാവ് തൊഴുതു. അപ്പോൾ പാറമേക്കാവ് തൊഴുത് എല്ലാവരും എക്സ്പീരിയൻസ് ഒക്കെ പറയായിരുന്നു കേട്ടോ. ഇതാണ് പാറമേക്കാവിൻ്റെ അകത്ത്. വീഡിയോ അങ്ങനെ എടുക്കാൻ പാടില്ല, എന്നാലും ചെറിയൊരു ക്ലിപ്പ് എടുത്തു എന്നുള്ളൂ കേട്ടോ. അങ്ങനെ തൊഴുതു. അവർ വരാൻ വേണ്ടി കാക്കുക. ഈ 2 എണ്ണം എപ്പോഴും ലേറ്റ് ആവുക. അങ്ങനെ ഞങ്ങൾ പാറമേക്കാവ് തൊഴുത് ഇറങ്ങി. അടുത്ത് ഞങ്ങൾ പറഞ്ഞു വടക്കുന്നാഥൻ തൊഴുകാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ വടക്കുന്നാഥനൊക്കെ തൊഴാൻ വേണ്ടി പോവുക കേട്ടോ. റോട്ടിൽ കൂടെ കിടക്കാൻ പേടിയായത്. ഞങ്ങൾ സബ്വേ ഉണ്ട്, സബ്വേ താഴെ കൂടെ പോകണത്. അപ്പോൾ അത് കൂടെ കിടക്കാവ് കേട്ടോ. ഗൈസിങ് ഞങ്ങൾ വടക്കുന്നാഥൻ പോവാണ്. ഗൈസിങ് ഞങ്ങൾ വടക്കുന്നാഥൻ പോകട്ടോ. സബ്വേ കൂടെ. അപ്പോൾ പാറമേക്കാവിൻ്റെ ഓപ്പോസിറ്റുള്ള നടയിൽ കൂടെ ആയിട്ട് ഞങ്ങൾ കയറി. ഞങ്ങൾക്ക് ഈ നടയുടെ പേരറിയില്ല, ആ നടയിൽ കൂടെ ആയിട്ടാണ് കയറിയത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര പീസ്ഫുൾ പ്ലേസാണ് വടക്കുന്നാഥൻ. അത്ര ഭയങ്കര അടിപൊളി പ്ലേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി പ്ലേസ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ ഒരു 10:30 ആയപ്പോൾ ഞങ്ങൾ കയറിയത്. 10:45 നട തുറക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഫ്രണ്ടിലേക്ക് വന്നിട്ട് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാമെന്നൊക്കെ കരുതിയിട്ട്. അപ്പോൾ ഇവിടെ പുള്ളിപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ട് ആ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. അവിടെ നിന്നുകൊണ്ട് ഈ പാട്ടൊക്കെ കേൾക്കാനായിട്ട് എന്ത് വൈബാണെന്ന് അറിയാം. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. കുറച്ചധികം ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ക്യൂ ഉണ്ടായിരുന്നു, അകത്തേക്ക് കയറാൻ ക്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ ക്യൂവിലൊക്കെ കയറി നിന്നു കേട്ടോ. ഗൈസ്, അപ്പോൾ വടക്കുന്നാഥനൊക്കെ തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങി. ഇനി എക്സിബിഷന് പോവാട്ടോ. എല്ലാവരും പോകേണ്ട തിരക്കിലൊക്കെ പറയാം. എന്താ പറയാ, തൊഴുതിറങ്ങി ഞങ്ങൾ ഇനി എക്സിബിഷന് പോകാൻ. ഗൈസ്, എല്ലാവരും അങ്ങോട്ടും കൊണ്ട് എന്തൊക്കെയാ പറഞ്ഞു ഞങ്ങൾക്ക് കാണാട്ടോ. പുതിയൊരു ജീവിതത്തിന്റെ ഒന്നും കാണാനില്ല, പേടിക്കണ്ട. ഗൈസ്, ടിക്കറ്റ് കിട്ടി, ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഗൈസ്, 25 വർഷം പ്രവർത്തന പരിചയമുള്ള തൃശൂർ ഒളരിക്കരയിലെ ഏക പുസ്തക സ്ഥാപനമായ ശക്തി ബുക്സ് പൂരം എക്സിബിഷൻ. അപ്പോൾ ഇതാണ് തൃശ്ശൂർ എക്സിബിഷൻ ഹാൾ കേട്ടോ. അതായത് തൃശ്ശൂർ പൂരത്തിൻ്റെ സമയമാകുമ്പോൾ മാത്രമാണ് ഈ ഒരു ഇത് ഉണ്ടാവുള്ളൂ. ഒരു വർഷത്തിലൊക്കെ ഒരിക്കൽ മാത്രം ഉണ്ടാവുന്ന ഒരു എക്സിബിഷൻ കേട്ടോ. ഇതാണെങ്കിൽ അടിപൊളി. ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ ഉണ്ടാവില്ല. ചവിട്ടിയിൽ തുടങ്ങി റൈഡിൽ അവസാനിച്ച് അത് കഴിഞ്ഞ് സയൻസിൽ ISR ഒക്കെ ഉണ്ടാവും കേട്ടോ അതിനകത്ത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം ചവിട്ടിയിലാട്ടോ തുടങ്ങിയത്. അടിപൊളി രാജസ്ഥാൻ്റെ ചെരുപ്പുകളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നിട്ട്. ഞങ്ങൾക്ക് ചെരുപ്പുകൾ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ നിന്നു. ഞങ്ങളൊന്നും അങ്ങോട്ടൊന്നുമില്ല, പക്ഷേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതുമൊക്കെ ഇത് നോക്കുന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷൻ വന്നിട്ടോ ബുക്കുകളുടെ. അപ്പോൾ അവർ പറഞ്ഞു വീഡിയോ എടുക്കാൻ പറ്റില്ല, 10 രൂപ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എനിക്ക് വീഡിയോ എടുക്കണം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാൻ 10 രൂപ തരാം പറഞ്ഞു. തമാശ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ ഫേവറേറ്റ് സെക്ഷനാണ് ബുക്കുകളുടെ. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷനൊക്കെ വന്നപ്പോൾ ഞങ്ങൾ ട്രയലൊക്കെ ചെയ്തിട്ട്, നമുക്ക് ഫ്രീ കിട്ടണ എന്തും നമ്മൾ കഴിക്കുമല്ലോ. അങ്ങനെ ഫുഡിൻ്റെ സെക്ഷൻ വന്നപ്പോൾ ട്രയൽ ചെയ്തു. ഇവിടെ ഭയങ്കര ബാംഗിൾസിലെ വളകളുടെ ഒടുക്കത്തെ കളക്ഷൻസ് കണ്ടപ്പോൾ നമ്മളവിടെ കണ്ണ് തള്ളി നിന്നുട്ടാ. പിന്നെ റൈഡിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടാ.
ഇവിടെ ഞങ്ങൾ ഈ മറ്റേ ഈ സാധനമല്ലേ അതിൽ കയറിയിട്ടാണ് മറ്റേ വഞ്ചി പോലത്തെ സാധനത്തിൽ ഞങ്ങൾ കയറിയത്. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ട് ഇവിടെ എക്സിബിഷനിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാം. അവളോട് പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ടിക്കറ്റ് കിട്ടുമെന്ന് ചെലവിൽ ചൂടുവെള്ളത്തിന്റെ ലഭ്യതയ്ക്കായി ഞങ്ങൾ റൈഡിൽ കയറാൻ പോവാണ്. എല്ലാം കൊണ്ട് പേടിയുണ്ടോ? പേടിയുണ്ടോ? രണ്ടുപേരും അവിടെ രണ്ടുപേരുടെ ഞങ്ങള് ഇവിടെ ഒന്നും കാണല്ലേ എന്നാലും ഇട്ടോ ഇവരൊക്കെ പേടിച്ചു. റൈഡിന് കയറി ഇവരൊക്കെ പേടിച്ചു. ഞാൻ ഏറ്റവും പേടിച്ചത് അതെ നന്നായിട്ടോ. ഇവനുണ്ടല്ലോ കരഞ്ഞ് എന്റെ കയ്യൊക്കെ പിടിച്ച് എനിക്ക് വേദന ചടങ്ങി. നാട്ടുകാരെയൊക്കെ സൗണ്ട് എല്ലാവരും വിളിച്ചിട്ടായിരുന്നു. വീഡിയോ എടുക്കാൻ പറ്റിയില്ലേ കൈ, അതുകൊണ്ടാണ് സൗണ്ട് പോയി. അധികാരിക്കൊക്കെ തല കറങ്ങി. ഞാനും അവിടെ അങ്ങനെ ഞങ്ങൾ എക്സിബിഷൻ്റെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റായി. കാരണം റൈഡ് കയറിയിട്ട് ഞങ്ങൾ ഇതായല്ലോ, ആകെ മൊത്തം വയ്യാതെയായി. കാരണം ഞങ്ങൾ ചത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി കേട്ടോ. എക്സിബിഷൻ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ എന്താ പറയുക, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി കേട്ടോ. ഞങ്ങൾ സാൻഡ്വിച്ചും ലൈമുമാണ് കുടിച്ച്. ഞാൻ സാൻഡ്വിച്ച് കഴിച്ചില്ല, ദേവുവിൻ്റേത് കുറച്ച് പകുതി കഴിച്ചു കേട്ടോ. പിന്നെ ലൈമും കുടിച്ചിട്ട് ലൈം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. എന്തോ ഒരു സുഖമല്ലായിരുന്നു, മധുരം എന്തൊക്കെയോ ഇല്ലാത്തൊരു പ്രശ്നം. അപ്പം അങ്ങനെ ഞങ്ങൾ അവികാരി ബൈ. വണ്ടിയിൽ നമുക്ക് പോകാൻ പറ്റുമോ? പുത്തമ്പള്ളിയുടെ അടക്കി അപ്പം ഞങ്ങൾ എന്താ പറയുക പുത്തമ്പള്ളിയുടെ പള്ളിക്ക് പോകണം. അപ്പം ജ്വല്ലറിക്ക് ആദ്യം ജ്വല്ലറിക്ക് പോകാതെ അവിടെ ഉദ്ദേശിച്ച ബാഗ് അപ്പം അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ് ഞാൻ പറ്റിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അറിഞ്ഞൂടാ കേട്ടോ, അതെ കുറ്റം പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമുക്ക് ജ്വല്ലറിയിൽ പോയിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ അറിയില്ല, നോക്കട്ടെ. എന്താ പറ്റിക്കപ്പെടാൻ കാരണം? പറ്റിക്കപ്പെടാൻ ഞങ്ങൾക്ക് സ്ഥലം അറിയില്ലായിരുന്നു. ഓട്ടോറിക്ഷക്കാരൻ നൈസായിട്ട് എങ്ങോട്ടൊക്കെയോ കറങ്ങിച്ചു. എന്നിട്ട് വീണ്ടും പള്ളിയുടെ മുന്നിൽ എത്തി. അതെ, മര്യാദയ്ക്ക് പള്ളിയുടെ മുന്നേ ഇറങ്ങേണ്ടതാണ്. അതെ, എല്ലാവർക്കും ഒരു അബദ്ധമൊക്കെ പറ്റുമല്ലോ. എന്തായാലും പോയി നോക്കട്ടെ കേട്ടോ. അങ്ങനെ ജ്വല്ലറിയിൽ കയറിയിട്ട് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മാല എടുക്കണമായിരുന്നു കേട്ടോ. മാല എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. മാല എടുത്തു, ഒരു മോതിരം എടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പുത്തമ്പള്ളിയിലേക്ക് പോയി. പുത്തമ്പള്ളിയിൽ പക്ഷേ ക്ലോസ് ആയിരുന്നു. അവിടെ എന്തോ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളവിടെ കയറിയില്ല. അങ്ങനെ ഞങ്ങൾക്ക് വഴി അറിയാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് നടക്കലും, മൊത്തം നടക്കാറ്. അതും ഞങ്ങൾ കൊടയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കരമായിട്ട് നടക്കലും ഒടുക്കത്തെ നടത്തില്ല. പിന്നെ ദേവിയേക്ക് വയ്യായിരുന്നു. എന്നിട്ട് അവിടെ ഞാൻ ചൂട്ടത്ത് ഇങ്ങനെ നടത്തി കേട്ടോ. റോസ് ഗോൾഡിൻ്റെ ഒരു മാലയും പിന്നെ സിൽവറിൻ്റെ ഒരു ചെറിയൊരു കല്ല്, ഒരു പൂവിൻ്റെ ഒക്കെ ഒരു മോതിരമായിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഒരു പെൻഡൻറ്റിൻ്റെ ഒരു മാലയായിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാവേ. പൊട്ടം പൂരം കാണുന്ന പോലെ ഈ നട്ടപ്പറ വെയിലത്ത് നടക്കുന്നുണ്ട്. വടക്കേ വായോ
ഓട്ടോ വിളിക്കാം. എന്ത് പറയാണ്ട് പറയാനില്ല. പള്ളിയിൽ കേൾക്കാത്തോണ്ട് ഞങ്ങള് വീട്ടിൽ പോച്ചു. കണ്ടോ വിശർത്ത്. പക്ഷെ നല്ലൊരു ഭംഗിയില്ലേ അപ്പൊ ഞങ്ങള് വീട്ടിൽ പോട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോകാൻ വെച്ചു കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളോട്ടോ വീഡിയോ. അവളെ പിന്നെ ഞാൻ എന്താ പറയുക ബസ് കയറ്റി വിട്ടു കേട്ടോ. പിന്നെ ഞാൻ ബസ്സിൽ കയറി ഞാൻ വീട്ടിൽ പോയി. ഭയങ്കര തലവേദനയായിരുന്നു. വീട്ടിൽ പോയതിന് ശേഷം ഞാൻ ഫുൾ ടൈം കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ശരി അപ്പോൾ.